ഹലോ മക്കളെ, അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ SSLC പബ്ലിക് എക്സാം വരാൻ പോവുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്കിനി സമയമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷയുടെ ദിവസങ്ങളിൽ നമ്മൾ ഏത് ടൈം ടേബിൾ ഫോളോ ചെയ്താലാണ് മാക്സിമം പരീക്ഷകളിൽ A+ ഉറപ്പിക്കാൻ പറ്റുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ അനൗൺസ്മെന്റ് എനിക്ക് പറയാനുണ്ട്. നാളെ വൈകുന്നേരം, അതായത് ശനിയാഴ്ച വൈകുന്നേരം കൃത്യം 7:30 ഞങ്ങൾ വരുന്നുണ്ട്. എക്സാം ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഗംഭീരമായിട്ട് സ്റ്റഡി പ്ലാനുമായിട്ട്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടിക്ക് മോഡൽ എക്സാമിലും അതിന് മുൻപുള്ള പരീക്ഷകളിലും ഒന്നും നിങ്ങൾക്ക് A+ഉം അതിൻ്റെ അടുത്ത് പോലും എത്തിയില്ലെങ്കിൽ പോലും പബ്ലിക് എക്സാമിൽ A+ ഉറപ്പിക്കാനുള്ള പ്ലാനായിട്ടാണ് നാളെ വരുന്നത്. അപ്പോൾ ശനിയാഴ്ചത്തെ ഈ ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. മക്കളെ, പലരും ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ഇതാണ്. അത് നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടാവും, പക്ഷേ പരീക്ഷയുടെ ദിവസങ്ങളിൽ അവർക്കൊരു പ്രോപ്പർ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് ആ ദിവസങ്ങളിൽ മാക്സിമം റിവൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറേ കാര്യങ്ങൾ, പക്ഷേ ആ പരീക്ഷയുടെ തലേന്നുള്ള ദിവസങ്ങളിൽ റിവിഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് പരീക്ഷാ ഹാളിൽ പോയി ഇരുന്നിട്ട് പഠിച്ച കാര്യത്തിൻ്റെ ആൻസർ ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് അറിയാം, പക്ഷേ ഉത്തരം പെട്ടെന്ന് കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥ ഉറപ്പാണ് നിങ്ങളിൽ പലരും ഇതിന് മുന്നേ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി നിങ്ങൾ ജെനുവിൻലി ഈ ഒരു അവസ്ഥയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് കാണുന്ന ബാക്കിയുള്ള കുട്ടികൾക്കും ഒരു ആശ്വാസമായിരിക്കും. കാരണം നമ്മൾ ഒരുമിച്ചാണ് ഇതിലുള്ളത്, ഒറ്റയ്ക്കല്ല. അങ്ങനെയാണ് ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് മക്കളെ? ഇതിനുള്ള സൊല്യൂഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾ പ്ലാനിങ് ചെയ്തേ പറ്റുള്ളൂ. അതായത് ഓരോ പബ്ലിക് എക്സാമിൻ്റെ മുൻപുള്ള ദിവസങ്ങളിലും നിങ്ങൾ എന്ത് പഠിക്കും, എങ്ങനെ പഠിക്കും, എപ്പോൾ പഠിക്കും, വളരെ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ മോചിതനാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മോചിതയാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതിനെ പറ്റിയിട്ടാണ്, ടൈം ടേബിളിനെ പറ്റിയിട്ടാണ്. ഇനി നിങ്ങൾ വിചാരിക്കും അലക്സാർ ഇവിടെ എന്തോ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് റിവീൽ ചെയ്യാൻ പോകാമെന്ന്. ഒരിക്കലും അല്ല, കാരണം അതിനി എഫക്റ്റീവ് അല്ല. ഇതുവരെയുള്ള കാലങ്ങളിൽ നമുക്ക് ഞാൻ സ്റ്റഡി പ്ലാൻ തരുന്നു, നിങ്ങൾ പഠിക്കുന്നു, അത് വർക്ക് ചെയ്യരുത്. പക്ഷേ ഇനിയുള്ള പബ്ലിക് എക്സാമിന് സമയങ്ങളിൽ ഓരോ ആൾക്കാരും ഓരോ സബ്ജക്ട്സും ഓരോ ലെവൽ വരെയാണ് പഠിച്ചു വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പക്ഷേ എങ്ങനെയായിരിക്കണം ടൈം ടേബിൾ ഉണ്ടാകുന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പറഞ്ഞുതരാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അത് ഇന്ന് തന്നെ ഉണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു രീതിയിലും യൂസ്ഫുൾ ആകാൻ പോകുന്നില്ല. നിങ്ങൾ റെഡി ആണെങ്കിൽ കാര്യം ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഓരോ പബ്ലിക് എക്സാമിൻ്റെ മുൻപ് നിങ്ങൾക്ക് സ്റ്റഡി ലീവുകൾ ഉണ്ട് അല്ലേ? നിങ്ങൾ നമ്മുടെ ടൈം ടേബിൾ എടുത്ത് നോക്കിയാൽ ഇതൊരു സ്ക്രീൻഷോട്ട് വേണം എടുത്ത് വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ടൈം ടേബിൾ ഇല്ലെങ്കിൽ അപ്പോൾ എക്സാം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്റ്റഡി ലീവും കൊടുത്തിട്ടുണ്ട്. മാത്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ മക്കളെ നോക്കുക, 1, 2, 3, 4, പിന്നെ ഇംഗ്ലീഷിന് വൈകുന്നേരം, അങ്ങനെ 5 ദിവസങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ 5 ദിവസങ്ങൾ നിങ്ങൾ പ്രോപ്പർ സ്ട്രാറ്റജി ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ മാക്സിമം കൊളാവും, അതിനുശേഷം വരുന്ന പരീക്ഷകളും കൊളാവും. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വൈകാതെ പറഞ്ഞുതരാം. അപ്പോൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം ഈ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ നല്ലൊരു സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവണം മക്കളെ? ബേസിക് കാര്യങ്ങൾ. നിങ്ങൾക്ക് 24 മണിക്കൂറിൽ മിനിമം ഒരു 7 മണിക്കൂർ, ഐഡിയലി 8 മണിക്കൂർ, ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉറക്കം വേണം. ബാക്കി 17 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 2-3 മണിക്കൂർ പോയി വിചാരിക്കും. അപ്പോൾ എത്ര ബാക്കിയുണ്ട്? ഒരു 14 മണിക്കൂർ. ആ 14 മണിക്കൂർ അന്ന് എക്സാം ഒന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ 14 മണിക്കൂർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മിനിമം പരീക്ഷയുടെ ദിവസങ്ങളിൽ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് പഠിക്കാത്ത പക്ഷം ഞാൻ ഈ പറയാൻ പോകുന്ന ബാക്കിയുള്ള കാര്യങ്ങളും വേസ്റ്റാണ്. 8 മണിക്കൂർ നിങ്ങളുടെ ടൈം ടേബിളിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് 8 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടാവണം. പഠിക്കുക എന്ന് പറയുമ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഏറ്റവും ബേസിക് കാര്യം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ 5 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 5 മണി മുതൽ കുറച്ച് സമയം വരെ നിങ്ങൾ റിലാക്സ് ചെയ്യുന്നു. 6 മണി മുതൽ 7 മണി വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. 7 മണി മുതൽ ഒരു സ്റ്റഡി ബ്ലോക്ക് ഉണ്ടാക്കാം. സ്റ്റഡി ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിങ്ങളൊരു ഒരു 3 മണിക്കൂറെങ്കിലും ഒരു സ്റ്റഡി ബ്ലോക്ക് ഉണ്ടാക്കാൻ നോക്കുക, 7 to 10. പക്ഷേ ഒബ്വിയസ്ലി ആ 3 മണിക്കൂർ ഫുൾ ടൈം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ 20 മിനിറ്റ് കൂടുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. പക്ഷേ നമുക്കൊരു 3 മണിക്കൂർ പഠിച്ചൊരു ഫീലിംഗ് വരണം. അല്ലാണ്ട് 1 മണിക്കൂർ പഠിക്കുന്നു വീണ്ടും അരമണിക്കൂർ ബ്രേക്ക് എടുക്കുന്നു, അങ്ങനെ ചെയ്യല്ല. അപ്പോൾ നമുക്ക് പഠിച്ചൊരു ഫീലിംഗ് കിട്ടില്ല. പിന്നെ ലഞ്ചിൻ്റെ സമയം, അങ്ങനെ നിങ്ങൾ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കുക. ഇനി ഇവിടെ തീർന്നില്ല. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ സമയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കും, ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്യും, ഏത് സബ്ജക്റ്റിൻ്റെ ഏത് ചാപ്റ്ററാണ് റിവൈസ് ചെയ്യാമെന്ന് സ്പെസിഫിക്കലി നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. സാർ ഇതൊക്കെ ഭയങ്കര പണിയല്ലേ എല്ലാ ദിവസവും ചെയ്യാൻ? മക്കൾ എല്ലാ ദിവസവും നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകണ്ട. നിങ്ങൾ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ നാളത്തെയും മറ്റന്നാളത്തെയും ഉണ്ടാക്കി വെച്ചാൽ മതി തൽക്കാലം. പിന്നെ ഓരോ ദിവസങ്ങളായിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ റെഡി ആണെങ്കിൽ, നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ടെന്നാണ് ഒരു ദിവസത്തേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മൊത്തം മഞ്ഞായിപ്പോയല്ലോ. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ഇതും ഉണ്ടാക്കാൻ പറ്റും. 2 ദിവസം ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൂടി കിട്ടിയാൽ മാത്സിനെ മൊത്തം സ്റ്റഡി പ്ലാനായി.
നിങ്ങളുടെ ആഗ്രഹം പ്രകാരം വേണം. കാരണം നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ലെവലായിരിക്കും. മാത്സ് തീരെ പഠിക്കാത്തവർക്ക് കൂടുതൽ സമയം പഠിക്കേണ്ടി വരും മാത്സിന് വേണ്ടിയിട്ട്. മാത്സ് ഓൾറെഡി നന്നായിട്ട് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എന്താണ് ഫുൾ ടൈം മാത്സ് പഠിക്കുന്നതിനാണ് ബുദ്ധി. എന്താണ് ഫിസിക്സിനൊക്കെ എന്താണ് ഓരോ ദിവസവും ബാക്കിയുള്ളൂ. ബയോളജിക്കും ഒരു ദിവസമേ ഉള്ളൂ, കെമിസ്ട്രിക്ക് ഒരു ദിവസമേ ഉള്ളൂ, സോഷ്യലിനും ഹിന്ദിക്ക് 2 ദിവസം ഇതുണ്ട്. അപ്പോൾ കൂടുതൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എന്ത് ചെയ്യുക, അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചെങ്കിലും റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പ്രത്യേകിച്ച് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അത്ര സ്ട്രോങ് അല്ലെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. നീ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലവർക്ക് തോന്നും, സാറേ ഇതൊക്കെ എത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പഠിച്ചാൽ പോരെ. മാത്സ് വരുമ്പോൾ മാത്സ് പഠിക്കുക, ഫിസിക്സ് വരുമ്പോൾ ഫിസിക്സ് പഠിക്കുക, കെമിസ്ട്രി വരുമ്പോൾ കെമിസ്ട്രി പഠിക്കുക, അങ്ങോട്ട് ചെയ്താൽ പോരെ. എന്തിനാ അപ്പോൾ പ്ലാനൊക്കെ? മക്കളെ ഒരു കാര്യം, എല്ലാത്തിനും ഒരേപോലെ അല്ല. മാത്സിന് ഇത്രയും ദിവസങ്ങളുണ്ട്, ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും എന്താണ് അത്രയും ദിവസങ്ങളില്ല, അതിൻ്റെ പകുതി പോലും ഇല്ല. എന്നാൽ പഠിക്കാൻ അത്യാവശ്യം ഉണ്ട് താനും. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങൾ മൊത്തം മാത്സ് പഠിച്ചു, അടിപൊളി, മാത്സ് അടിപൊളി വരും. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക, ഒരു വൈകുന്നേരം കൊണ്ട് പഠിച്ചെടുത്തോളൂ. ആലോചിക്കുക. അപ്പം പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ് 10 മിനിറ്റ് ഇരുന്ന് പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമയത്ത് ഭയങ്കര ഒരു ഫ്രിക്ഷനാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഉണ്ടാക്കാതിരുന്നാലോ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര സുഖമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷേ അവസാനം എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ച്വൽ ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങളടുത്ത് പ്രോപ്പർ പ്ലാൻ ഉള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും പ്രോപ്പർ പ്ലാൻ ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ആ കുട്ടിക്ക് അറിയാം അവൻ എന്താണ് ചെയ്യേണ്ടത്, അത് അങ്ങോട്ട് ചെയ്താൽ മതി. ആ ചെയ്യുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പ്ലാനൊന്നും കയ്യില്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി രാവിലെ എണീക്കും, എന്താ പഠിക്കേണ്ട ആയിരിക്കും, ഫ്രണ്ടിനെ വിളിക്കും, എടാ നിങ്ങൾക്ക് മറ്റേ നോട്ടുണ്ട് ഇതുണ്ടോ, അത് നോക്കുമ്പോൾ അതില്ല, പിന്നെ അത് നോക്കും. പിന്നെ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി അടുത്ത ദിവസം എന്ത് പ്ലാൻ ചെയ്യണം ഒരു ഐഡിയ ഇല്ല, എന്ത് പഠിക്കണം ഒരു ഐഡിയ ഇല്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. അവസാനം എഫക്റ്റീവ് ആയിരിക്കില്ല, നിങ്ങൾക്ക് ആക്ച്വലി ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും പ്ലാനൊന്നും ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സുഖമായിരിക്കും. പക്ഷേ നിങ്ങൾ ആക്ച്വലി ബുദ്ധിമുട്ടാനാണ് പോകുന്നത്, നിങ്ങൾ അൺകംഫർട്ടബിൾ ആവാനാണ് പോകുന്നത്, നിങ്ങൾ സ്ട്രെസ്ഡ് ആവാനാണ് പോകുന്നത് നിങ്ങൾ ഒരു പ്ലാനും ഇല്ലെങ്കിൽ. സോ ഇപ്പം പ്ലാൻ ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 10 മിനിറ്റിൻ്റെ ആ ബുദ്ധിമുട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. സോ ആ പ്ലാന് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സിമ്പിൾ ടൈം ടേബിളാണ്, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഓക്കെ, ആ ടൈം ടേബിൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ ഇതൊക്കെ ഓരോ കുട്ടികളുടെയും കണ്ട് അവരെങ്ങനെയാണ് പഠിക്കുന്നത്. A+ വാങ്ങിച്ച കുട്ടികൾ, A+ ഒന്നുമില്ല, C+ വാങ്ങുന്ന കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്, എല്ലാവരും എങ്ങനെയാണ് പഠിക്കുന്നത്, അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മക്കളെ അവസാന ദിവസങ്ങളിൽ പഠിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ A+ നേടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നന്നായിട്ട് പഠിച്ച കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പം A+ ഒക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. റിയാലിറ്റി പറഞ്ഞു തരാം. ഓക്കെ, അപ്പം മക്കളെ ഇനി നിങ്ങൾ ഒറ്റ പണിയും കൂടി ചെയ്യാനുള്ളൂ. ഇതൊക്കെ പറഞ്ഞത് കേട്ടു, അടിപൊളിയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്യണം. നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാവരും ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്ന ബേസിക് ടൈം ടേബിൾ, അതായത് നിങ്ങൾ അതിൽ ഏത് സബ്ജക്റ്റ് ആണെന്ന് കൊടുക്കണ്ട, രാവിലെ എണീറ്റു, ഭക്ഷണം കഴിച്ചു, പഠിക്കുന്നു, ഇന്ന ടൈം വരെ പഠിക്കുന്നു, പിന്നെ ഒരു ബ്രേക്ക് എടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഒന്നുകൂടി പഠിക്കുന്നു. അങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിത് പോസ്റ്റ് ചെയ്താൽ ഇതുപോലെ ബാക്കിയുള്ളവരെല്ലാവരും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാം. ഓക്കെ, കമ്പയർ ചെയ്യുന്നത് എന്താണ്, പേടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഓരോ ആൾക്കാർ ടൈം ടേബിൾ കാണാൻ നമുക്ക് മനസ്സിലാവും, ഓ ഇങ്ങനെ പഠിക്കുന്ന കുട്ടിയുണ്ടോ, എന്നാൽ പിന്നെ അങ്ങനെ നോക്കാലോ, അത് കുറച്ചുകൂടി ബെറ്റർ സ്ട്രാറ്റജി ആണല്ലോ, എന്നാൽ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ ഒരു എക്സാമിനർ എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫാമിലിയിൽ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഇത് ഞാൻ മാത്രമല്ല ഇതിൽ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, കുറേ പേര് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് എന്നോടൊപ്പം എന്ന് ഫീൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ലെവൽ കോൺഫിഡൻസ് വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം. എന്നാലും ബാക്കിയുള്ളവരെ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്താലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കമൻറ്റ് ചെയ്യുക മാത്രമല്ല, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് എക്സാമിനറിൽ എല്ലാ കുട്ടികളും ഫുൾ A+ ഈ വർഷം വാങ്ങിച്ച് ചരിത്രം ഉണ്ടാക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അത്രമാത്രം ഈ വരെയുള്ള മക്കളെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മറക്കണ്ട, നാളെ വൈകുന്നേരം ശനിയാഴ്ച 7:30 നമ്മുടെ സ്റ്റഡി പ്ലാൻ. എല്ലാവരും ഉണ്ടായിരിക്കണം.